ഒരുമിച്ച് നിന്നൊരു ശക്തിയായി മാറണം എന്ന് ചിന്തിക്കുമ്പോൾ അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമായി പറയുമ്പോൾ അത്തരമൊരു ഒന്നിച്ച് നിന്നാലേ കൂടുതൽ അത് യുദ്ധം ചെയ്യാനൊന്നും അല്ല ഞങ്ങൾ ഒരുമിക്കുന്നത്. അങ്ങനെ വിചാരിച്ചാൽ ചില കാര്യങ്ങളിൽ ഞങ്ങളുടേതായ മൂല്യങ്ങൾ നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ട് അവരുമായി സഹോദര ബുദ്ധിയ നമ്മൾ സഹകരിക്കുക എന്നുള്ളതാണ്. യോജിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ നമ്മളെ ഇടപെടുക ന്യായമായ എന്നാണെങ്കിൽ അതിന് ഈ വർഗീയതയോ മറ്റതുപോലെ രാഷ്ട്രീയമോ ഒന്നും ബാധകമാകാൻ പാടില്ല. രാഷ്ട്രീയ കക്ഷിയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോ പിന്തുണയോ ഈ ഐക്യത്തിന് വേണ്ടിയുണ്ടോ? അതിലൊന്നും ഗതികേടൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഈ ഒരു രാഷ്ട്രീയ നേതാക്കളെയും ആ തരത്തിൽ കാണുന്നുമില്ല. അത് ആണുങ്ങളുണ്ടായിരുന്നു പണ്ട് എല്ലാ പാർട്ടിയും. ഇത് പക്ഷെ ഇവിടെ ഈ വിഷയത്തിൽ ഒരു മാധ്യമം പറഞ്ഞു രമേശ് ചെന്നിത്തല എന്റെ പിന്നിൽ. രമേശ് ചെന്നിത്തല ഇവിടെ കയറിയിട്ട് അത്ര നാളായി. രമേശ് ചെന്നിത്തല ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ലായിരുന്നു. അത് അവിടെ ഒന്നും ആവശ്യമില്ല. മലപ്പുറത്തെ കുറിച്ച് മുസ്ലിം വിരോധം നിരന്തരമായി പറയുകയാണ് വെള്ളാപ്പള്ളി. അത്തരം പ്രസ്താവനകളോടും അദ്ദേഹത്തിന്റെ നിലപാടുകളോടും യോജിക്കാൻ അത് അദ്ദേഹം പറഞ്ഞല്ലോ സംഘടനകളോടാണ്. ചില സംഘടനകൾ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഈ ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകുമോ? മുഴുവനാകുമോ? അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ലീഗിലുള്ള ആളുകൾ അങ്ങനെ ധരിക്കരുതെന്ന് എന്റെ അഭിപ്രായമാണ്. വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് NSS യോഗം ചേരാനും അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടാവുക ഇല്ല, അത് തീരുമാനിച്ചില്ല. ഞാൻ ഇപ്പം അത് ഇതിന്റെ അറിയട്ടെ. അദ്ദേഹം 21-ാം തീയതി ചേർന്ന് ഒരഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ വേണമെന്ന് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനു മുമ്പ് ആവശ്യപ്പെടുകയോ ചെയ്യട്ടെ. ചാനലിൽ കൂടെ ഉണ്ടായതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു ഐക്യ ആഹ്വാനമായിരുന്നു. അത് രാഷ്ട്രീയം കൊണ്ടുള്ള ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ കുറ്റം പറയാനാണ്. ഇല്ല, സമദൂരമാണ്. നമ്മള് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമദൂരം. ഞങ്ങളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും സമദൂരം. ഞങ്ങളൊരു പാർട്ടിക്ക് വേണ്ടിയും പ്രവർത്തിക്കില്ല. പക്ഷെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഞങ്ങളുടെ തീരുമാനം ചിലപ്പോൾ അവർക്ക് തിരിച്ചടിയാകുന്നത്. ഞങ്ങളാരും ഒന്നിനും പോകത്തൊന്നുമില്ല. ഈ സതീശനെതിരെയാണ് ഇപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ ഒരുമിക്കുന്നത്. ആ സതീശൻ വിഷയത്തിലാണ്. അതിലൊരു രാഷ്ട്രീയം പുറമേ നിൽക്കുന്നവർക്ക് കാണത്തില്ലേ? കാരണം സതീശൻ ഇത്തരത്തിൽ വർഗീയതകളോട് കൂട്ടുകൂടില്ല എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് NSSഉം SNDP നേതൃത്വവും സതീശനെതിരെ വിമർശനം. കോൺഗ്രസ്സുകാരെ നിശ്ചയിക്കേണ്ട കാര്യമാണ്. ഈ സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചു വിട്ടിരിക്കുക കോൺഗ്രസ്. പറഞ്ഞു മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിന്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഇവിടെ ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലേ? ഇവിടെ കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടല്ലോ. എല്ലാത്തിനും പുള്ളിക്കറി ചാടിക്കയറി പറയാൻ ഒരു അധികാരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും അത് ശരിയാണ്. ഈ പ്രസിഡന്റിനെ നോക്കുകൂത്തിയാക്കി വെച്ചുകൊണ്ട് എല്ലാത്തിനും കയറി അഭിപ്രായം. അദ്ദേഹമല്ല ഈ ശത്രുക്കളെ മുഴുവൻ ഉണ്ടാക്കുന്നത്. അല്ല, അതൊക്കെ വളരെ ബാലിശമാണ് സാറേ. കാറിൽ കയറ്റിയത് എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. കാർ ഈ പറയുന്നത് ഈ പറയുന്നവരെ അവരൊക്കെ കാറ് കാണുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് സ്വന്തം കാറിൽ കയറി നടന്ന ആളിനോടാ ഇത് പറയുന്നത്. അങ്ങനെയൊന്നും അതൊക്കെ ആക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും കാറില്ലാത്തവനെ ആക്ഷേപിക്കാൻ പറ്റും. അടി കിട്ടും, ഒരു സംശയമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും. അത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണോ? ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് രണ്ട് ഈ തിണ്ണയിൽ ഇവിടെ വന്ന് ഞാൻ കസേരയിലിട്ട് അവിടെ ഇരിക്കുക. കസേരയുടെ അടുത്ത് നിന്ന് ഇത് NSSന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം ഉണ്ടായിരുന്ന അവിടെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് തിണ്ണയിരുന്ന് നിരങ്ങിയില്ല. ഇവിടെ 1.5 മണിക്കൂർ ഇവിടെ ഇരുന്നു.
എന്നിട്ട് ഞാൻ ഇവിടുന്ന് അവിടുത്തെ യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞ് ഇദ്ദേഹത്തെ സഹായിക്കണം എന്ന് പറഞ്ഞു. ആ യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സഹായിക്കാൻ ഓരോ വീട് തോറും കയറി ഇറങ്ങി. എന്നിട്ടാണ് അങ്ങോട്ട് ഇറങ്ങിയതെന്ന് പറയാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.